എല്ലാവർക്കും നമസ്കാരം. ജെറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ച് എടുക്കുക. എന്നിട്ട് പാകത്തിന് വെള്ളം വെച്ചിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കണം. ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വന്നാൽ ഇത് ഓഫാക്കിയിട്ട് പ്രഷർ പോയതിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ആദ്യം ഇട്ട് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 വലിയ സവാള എടുത്തിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂണും കൂടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക്, നന്നായി പൊടിയല്ല, ഒന്നങ്ങനെ ക്രഷ് ചെയ്തെടുത്ത പോലെ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പൊടികളൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ മൂടി വെക്കാതെയാണ് അത് എല്ലാം വറ്റിച്ചെടുക്കുന്നത് കേട്ടോ. ഇറച്ചി വേവിച്ചെടുക്കുമ്പോൾ ഞാൻ ഉപ്പ് നന്നായി ചേർത്തത് കൊണ്ട് പിന്നെ അധികം ഉപ്പൊന്നും ഉള്ളിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വറ്റി വരുമ്പോൾ അതൊരു കറക്റ്റായിട്ട് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ചേരുന്ന വിധത്തിൽ ഇളക്കിയിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് വറ്റി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ആയി വന്നാൽ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. അത് ഗരം മസാലപ്പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് നന്നായി മിക്സായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി കുറച്ച് കനത്തിൽ അരിഞ്ഞെടുക്കുക. ഒരു 2 വലിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് കട്ടിക്ക് ഈ ഒരു ചൂടോടെ ഇതൊന്നിങ്ങനെ വഴറ്റിയെടുക്കുക. തക്കാളി നന്നായി ഉടയില്ല, എന്നാലും നമുക്ക് ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റോട് കൂടെ കഴിക്കാനും പറ്റും കേട്ടോ. അതേപോലെ ാണ് ഈ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞതൊട്ടിട്ട് ഒന്നവിടെ മൂടി വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് എടുത്ത് നോക്കിയാൽ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. വളരെ ടേസ്റ്റാണ്. പൊറോട്ടക്കും പത്തിരിക്കും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ മറക്കാതെ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.